താമസിക്കാൻ പറഞ്ഞാൽ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞാൽ അവിടെ ഇങ്ങോട്ട് പോകും, ഞാൻ താമസിപ്പിച്ചോളാം സമ്മതിച്ചില്ല. അത് കുഴപ്പമില്ല. ഈ ചിരി നമ്മൾ വീണുപോയതാ. ഞാൻ ഇത്ര നാൾ വിചാരിച്ചത് എൻ്റെ ചിരി ഒന്നല്ല. Kerala. She chose a path that very few would dare to walk. സൗകര്യങ്ങൾ നിറങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരുടെ കണ്ണീരൊപ്പിയ വലിയൊരു മനുഷ്യസ്നേഹിയാണ്. എയ്ഡിംഗ് റെഫ്യൂജീസ് ആൻഡ് സപ്പോർട്ടിംഗ് നാഷണൽ സോഷ്യൽ മൂവ്മെന്റ്സ്. Her present situation in our Kerala, this ceremony is being വിവിധ സംസ്ഥാനങ്ങളിലെയും നമ്മുടെ കേരളത്തിലെയും പ്രളയദുര എല്ലാവരും ദയവായി എഴുന്നേറ്റ് നിന്ന് ഒരു മിനിറ്റ്. ആദരണീയ ദയവായി ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ നർത്തകിയും നടിയുമായ മേതിൽ ദേവികാജി, മാധ്യമ ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാർ, അനൂപ് സാർ, ഇവരൊക്കെ എനിക്ക് ഒത്തിരി വേണ്ടപ്പെട്ടവരാണ്. കാരണം ഞാനിവിടെ നിരാഹാരം കിടന്ന ഒരു ശിക്ഷിക്കപ്പെട്ട ക്രിമിനലിനെ പോലെ മുകളിലൊരു നനയാതെ ഇരിക്കാൻ ഒരു സാധനം പോലും വയ്ക്കാൻ അനുവാദമില്ലായിരുന്നു. ഈ കുരയ്ക്കുന്ന പെൺപെട്ടിക്ക് എന്നാ തരാന്? അതുകൊണ്ട് അവിടെ മഴയും വെയിലും കൊണ്ട് കിടന്നു. പക്ഷേ അപ്പോഴും ചിലർ കൂടെ ഉണ്ടായിരുന്നു. സതീശൻ സാർ, ഞാൻ 18 ദിവസം കിടന്നിട്ട് മിക്ക ദിവസം എൻ്റെ കൂടെ മണിക്കൂറുകൾ. ഈ വലിയ ദേഹം മിനിസ്റ്ററായിരുന്നപ്പോൾ ഞാൻ എന്തോ വേണ്ടാതീനം പറഞ്ഞ ഒരു പ്രസംഗത്തെ പറ്റി ക്രിറ്റിക്കലായിട്ട് എന്തോ ഞാൻ പറഞ്ഞു. ഐ ഡോണ്ട് റിമെമ്പർ ദ ഇഷ്യൂ. എന്നിട്ട് നമ്പർ തേടി പിടിച്ച് എന്നെ വിളിച്ചാൽ പറഞ്ഞതിന് നന്ദിയും പറഞ്ഞ് അന്ന് മുതലുള്ള ഒരു ബന്ധമാണ്. നിരാഹാരം കിടന്നപ്പോൾ ഒരു ദിവസം മുഴുവനും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നിന്നും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചില വ്യക്തികൾ. അതേസമയം ഞാൻ ഒരിടത്ത് കേരളം ജീവിക്കാൻ കൊള്ളുകയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് തരത്തിൽ എന്നെ പിടിക്കും. ഞാൻ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു എന്നെ 7 കഷ്ണമാക്കി എറിയുമെന്ന്. അത് നടന്നില്ല. ഇവിടെ വരെ ആയി ഞാൻ എന്നറിയില്ല. ഏതായാലും ഒത്തിരി സന്തോഷം ഇങ്ങനെയുള്ള ഒരു വിടവില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ കൂടെ നിൽക്കുന്നതിൽ. പിന്നെ ഈ പറഞ്ഞതൊന്നും ശരിയല്ല കേട്ടോ. ഞാൻ ആരുടെയും പേരിൽ കരുണ തോന്നിയോ ആദിവാസികളുടെ പേരിൽ ദയ തോന്നിയോ അല്ല. ഞാൻ പ്രണയിച്ചു. ആ പ്രണയ വഴിയെ അങ്ങ് പോവുകയായിരുന്നു. നമ്മുടെ ഈ കിളവ് പ്രണയിക്കാൻ പോയോ ഇതിൻ്റെ ഇടയ്ക്ക് എന്ന് ഓർക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ 3-ാം വയസ്സിലാണ് പ്രണയിച്ചത്. അത് സ്ട്രോങ് ആൻഡ് പാഷനേറ്റ് ആയിരുന്നു. എനിക്കിന്നും ആ സീൻ വളരെ ക്ലിയറാണ്. എൻ്റെ പപ്പ ഒത്തിരി നാൾ ജയിലിലും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ 2 ഇരട്ടകളാണ്. കൊച്ചിയിലാണ് 3 വയസ്സ് വരെ വളർന്ന. കാരണം 7-ാം മാസത്തിലുണ്ടായ ജീവൻ പോലും ഇല്ലാതെ കിടന്ന് അവർ ജീവിപ്പിച്ചു. പപ്പ വന്ന് നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ യാത്രയാണ് എൻ്റെ യാത്രയുടെ തുടങ്ങുന്നത്. എന്നിട്ട് രാത്രിയിൽ കഥ പറഞ്ഞപ്പം പറഞ്ഞു, ഗാന്ധിയപ്പൂപ്പൻ കോട്ട് വലിച്ചൂരി എറിഞ്ഞിട്ട് ഒരു കുഞ്ഞു മുണ്ട് കൊടുത്ത് ഒരു പോപ്പും പറിച്ച് മിതിയടിയിട്ട് നടന്നു ഒരു വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് അങ്ങായി. അവിടെയാണ് എൻ്റെ പ്രണയം തുടങ്ങുന്നത്. അന്ന് വരെ എനിക്ക് ഒരു നാച്ചുറൽ ഡിറ്റാച്ച്മെൻറ്റ്, വീട്ടിലെ സൗകര്യങ്ങൾ അതിനോടൊക്കെ ഒരു മാറ്റം, പിന്നെ കൂടുതൽ അട്രാക്ഷൻ വേറെ ചില കാര്യങ്ങളില്ല. അങ്ങനെയാണ് ഞാൻ ഈ വഴിയിലെത്തിയത്. അതെനിക്ക് ശരിക്കറിയാം. പ്രണയിച്ചിട്ടുള്ളവരൊക്കെ ആ വഴി മനസ്സിലാവുള്ളൂ. അത്രയും സ്ട്രോങ് ആയിട്ടൊരു പ്രണയം ഉണ്ട്. വേറെ ഒന്നും ടിക്കിൾ ചെയ്യുകയല്ല, ഒന്നിലോട്ടും പോവുകയില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് വിശ്വസിക്കുകയില്ലെന്ന് എനിക്കറിയില്ല. എനിക്ക് അവരെ കണ്ടാലും മതി വരില്ല. അവരെ ഞാൻ കളിയാക്കി പറയും, ആ ചിരിയിലാണ് ഞാൻ വീണുപോയെന്ന് പറയും. ഞാൻ വിചാരിച്ചിരുന്ന എൻ്റെ ചിരിയാണ് ഏറ്റവും നല്ലതെന്നാണ്. ഇതിൻ്റെ മുമ്പിൽ നമ്മുടെ ചിരിയൊന്നും ഒന്നുമല്ല.
ആ ഒരു ചിരി ചിരിച്ചാൽ കണ്ടില്ലേ, ആ ചിരിയിൽ നമ്മൾ വീണു പോകും. ചിരിക്കുമ്പോൾ മാത്രമേ ഉള്ളത്, അല്ലെങ്കിൽ പോരാളിയാണ്. വയ്യാതെ കിടന്നപ്പോൾ ഞാൻ പറഞ്ഞു, മധ്യപ്രദേശിൽ കിടക്കണ്ട, ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഞാൻ അമ്മയെ പോലെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അതൊന്നും വരില്ല. പിന്നെ എനിക്കറിയാം, വന്നു കഴിഞ്ഞാലും ഞാനിപ്പോൾ മുഖ്യമന്ത്രിയും കൂടി ആയതുകൊണ്ട് മകനാണെന്നൊക്കെ ഉള്ളത് വേറെ പ്രശ്നം. പക്ഷേ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നാൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുമെന്ന് എനിക്കറിയാം. അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. പിന്നെ ഞാൻ തന്നെ അവിടെ പോയിരുന്ന് ആ കാര്യമൊക്കെ ചെയ്തു കൊടുത്ത് ഉറപ്പായാലും മാത്രമേ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുള്ളൂ. പക്ഷേ എന്തൊരു സാന്നിധ്യമാണ് അവർ, എന്തൊരു പോരാളിയാണ് യഥാർത്ഥത്തിൽ. ജീവിതത്തിലെ എല്ലാം ഉപേക്ഷിച്ച്, വഴിയിൽ ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുക. അതിൻ്റെ ഒരു ഇൻ്റർപ്രട്ടേഷൻ കേട്ടില്ലേ, ഞാൻ പ്രണയിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു. കോട്ട് വലിച്ചൂരി എറിഞ്ഞ് മുണ്ട് മാത്രം ഉടുത്ത് മെരിയടിയുമായി നടന്ന ഗാന്ധിയെക്കുറിച്ച് കേട്ടപ്പോൾ ഉണ്ടായ പ്രണയമാണ്. ഗാന്ധിയോടല്ല, അദ്ദേഹം ചെയ്ത കാര്യങ്ങളുണ്ട്. അതുപോലത്തെ കാര്യങ്ങൾ ചെയ്ത് പ്രണയത്തിൻ്റെ വഴിയെ പിന്നീട് ഞാൻ നടന്നു വന്നാണ്. ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനൊരു വ്യാഖ്യാനം. ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാനടക്കം. എപ്പോഴും ചെയ്ത കാര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ഓർക്കും, അവരോട് എങ്ങനെയാണ് നമുക്ക് നീതി പുലർത്താൻ കഴിയുക? ഒരു കാര്യം ഉറപ്പായിട്ട് ചെയ്യും. എൻഡോസൾഫാൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് 100% പാലിക്കും. എന്താണ് ഈ അമ്മ പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തിൽ, അതെല്ലാം ചെയ്യും. എത്രയും പെട്ടെന്ന് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാം വളരെ ചെയ്യും. ഒരു കുട്ടിക്ക് പോലും അവിടെ ചികിത്സ കിട്ടാതെ അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാക്കില്ല. കാരണം ഞാനും പല പ്രാവശ്യം അവിടെ സന്ദർശിച്ചപ്പോഴാണ്. ഈ സമരത്തിൻ്റെ കൂടെ ഞാൻ എപ്പോഴും പോകുമായിരുന്നു. ഞാൻ പോയിരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് പോയിരുന്നത് എപ്പോഴും. ഞാൻ പറഞ്ഞല്ലോ, കണ്ടാലും മതി വരില്ല എന്ന് പറയുന്ന, സംസാരിച്ചാലും മതി വരില്ല. ഇപ്പം എന്നോട് വന്നപ്പോൾ പറഞ്ഞ് ഞാൻ മാറ്റിവെക്കാൻ പോയതാണ്. ഞാൻ എന്തിനാ മാറ്റിവെക്കാൻ പോയത്? അപ്പോൾ പ്രളയം നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഇവിടെ വന്ന് സിനിമ കണ്ടുവന്ന് നാളെ ആക്ഷേപം വരും. പറഞ്ഞാൽ കറക്റ്റാണ്. മിക്കവാറും നാളെ അതായിരിക്കും ആക്ഷേപം. അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു, ഇന്ന് കുറേ മീറ്റിങ്ങുകളുള്ളതുകൊണ്ട് ഞാനിന്ന് മുഴുവനായിരുന്നു സിനിമ കാണുന്നില്ല. ഞാൻ തീർച്ചയായും കണ്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പറയും. ഞാൻ വരുണിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. വരുണൊരു വലിയൊരു ദൗത്യമാണ് ഏറ്റെടുത്തത്. അതറിയണം, നമ്മുടെ തലമുറയെ അറിയണം, വരാനിരിക്കുന്ന തലമുറകളും അവരാരാണെന്ന് അറിയണം. അതൊരു വലിയ സന്ദേശമാണ്. ദയാബായി എന്ന് പറയുന്നത്, ഇത് ആരെ പേരിട്ട് നേരത്തെ മുൻകൂട്ടി കണ്ട്? ഇതുപോലെ അല്ല ഞാൻ പറഞ്ഞത്, അക്ഷരാർത്ഥത്തിൽ അത് അല്ലേ എല്ലാവരുടെയും. ആ ദയാബായി ഫൗണ്ടേഷൻ, അതിൻ്റെ പ്രവർത്തനത്തിന് ഞാനിത് പരസ്യമായിട്ട് പറയാത്തത്, എന്ത് സഹായം വേണമെങ്കിലും ചെയ്യും ഞങ്ങളെല്ലാവരും. ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും. എവിടെ വേണമെങ്കിലും, എവിടെ ഓഫീസ് തുറക്കണമെങ്കിലും, എവിടെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങണമെങ്കിലും, എന്തു വേണമെന്ന് ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഓഫീസ് തുറക്കാനും പ്രവർത്തിക്കാനും ഉള്ള എല്ലാ സഹായവും ചെയ്തു തരും. ഒന്നും നോക്കണ്ട. അതിന് തീർച്ചയായിട്ടും അത് ചെയ്യണം. എവിടെയാണെങ്കിലും, കാസർഗോഡ് വേണമെങ്കിൽ കാസർഗോഡ്, തിരുവനന്തപുരത്ത് വേണമെങ്കിൽ തിരുവനന്തപുരത്ത്. നമുക്ക് വരുമല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ, ഞങ്ങൾക്ക് കാണുകയും ചെയ്യാമല്ലോ. അല്ലെങ്കിൽ വരില്ല, അല്ലെങ്കിൽ അവിടെ തന്നെ പോവുള്ളൂ. അപ്പോൾ സത്യത്തിൽ ഞാൻ വരുന്ന സുഹൃത്തുക്കളെ എല്ലാവരെയും, അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. നിരാഹാരത്തിരുന്നപ്പം സാറിൻ്റെ കൂടെ ഇരുന്നിട്ടുള്ള അമ്മയും കാസർഗോഡ് നിന്ന് വന്നതായിരുന്നു. അമ്മയും അവനും അനിയത്തിയും കൂടെ. അവൻ്റെ നാക്ക് ഇങ്ങനെ പട്ടിയെ പോലെ, വെള്ളം കുടിക്കുന്ന പാത്രം പോലെ അവനിട്ടിട്ട് ഇവിടെ വരെ വന്നിട്ട് പോലീസുകാരെ കണ്ടിട്ട് പേടിച്ചു പോയതാ. അപ്പം അവൻ പറയാനിരുന്ന കാര്യം ഞാൻ പറയുന്നു, സാറേ ഞാൻ മുത്തശ്ശിയുടെ കൂടെ അന്നിവിടെ ഇരുന്നതാ, അപ്പോൾ കണ്ടായിരുന്നു, ഇന്നിവിടെ വെച്ച് കണ്ടതിൽ ഒത്തിരി സന്തോഷം. വഴിക്കൊക്കെ എല്ലാവരും പൊട്ടൻ ഓട എന്ന് പറഞ്ഞപ്പം എൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞു. പക്ഷേ ഇവിടെ രാത്രി മുഴുവൻ ട്രെയിനിൽ യാത്ര ചെയ്ത് ഇവിടെ ദിവസം മുഴുവനും മുത്തശ്ശിയുടെ കൂടെ ഇരുന്നു. സാറേ, ഞാൻ മാത്രമല്ല ഇങ്ങനെ പൊട്ടനും ഇങ്ങനെയുള്ളവരെ ഒരുപാട് കോലങ്ങൾ
പട്ടികളെ പോലെ. കഴിഞ്ഞ ദിവസം തന്നെ 2 ദിവസം ഒരു മോള് മരിച്ചു. ഇങ്ങനെയായിരുന്നു, ഒരിക്കലും മുഖം അടയുകയില്ല. ഇങ്ങനെയുള്ള തരാതരത്തിലുള്ള വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ട്. അവർക്ക് ഏറ്റവും ആദ്യം എൻ്റെ കഴിഞ്ഞ നിരാഹാരത്തിലെ ആദ്യത്തെ ഡിമാൻഡ് എയിംസിന് വേണ്ടിയിട്ട് കാസർഗോഡിൻ്റെ പേര് കൊടുക്കുക. അന്ന് എന്നോട് പറഞ്ഞു അത് ചർച്ച പോലും ചെയ്യല. എവിടെയാ? കോഴിക്കോട്. ഏഷ്യയിലെ നമ്പർ 1 മെഡിക്കൽ കോളേജുള്ള കോഴിക്കോടാണ്. അവിടെ ഇതുപോലെ പേഷ്യൻ്റ് എയിംസിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയിൽ ഞാനന്ന് ഒട്ടും ഫേമസ് അല്ല, എന്നിട്ട് പോലും ഡൽഹി കൊണ്ടുപോയി ശരിക്കും ഇവർക്ക് വേണ്ടിയത് റിസർച്ചും ഡയഗ്നോസിസും വെൽ ട്രീറ്റ്മെൻറ്റ്, അത് എയിംസിനെ പറ്റുള്ളൂ. ഇവിടെ 30 വർഷം കിടന്ന് കൊച്ചു കുഞ്ഞിനെ പോലെ ആയ കേസ് പോലും പോളിയോയാണ്, അതാണ് ഇതാണെന്നും പറഞ്ഞ് എഴുതി തള്ളിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എയിംസിനെ കാസർഗോഡ് കൊണ്ടുവരാൻ അവർ തൊടുന്നതിനെല്ലാം മംഗലാപുരത്ത് പോയി ലൂട്ട് ചെയ്യപ്പെടുകയാണ്. സോ എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ള ആദ്യമായിട്ട് എയിംസ്, ഒരു ബാക്കി കാര്യങ്ങൾ പിന്നെ ഇത് ചെയ്യുക. ഇവർക്ക് വേണ്ടിയിട്ട് ഇവർക്കൊരു ജീവിതം കൊടുക്കണമെങ്കിൽ ഇതൊക്കെയുള്ളൂ. ഇവരുടെ കാര്യം പറയാൻ അധികമൊന്നുമില്ല. എൻ്റെ പാട്ടിൻ്റെ ലാസ്റ്റ് 2 ലൈൻ പാടിക്കൊണ്ട് ഞാൻ നിർത്തിക്കോളാം. കളിയില്ല, ചിരിയില്ല, കൂട്ടുകാരില്ല, കഥയില്ല, കനവില്ല, ജീവിതമില്ല, കണ്ണുണ്ടോ കരളിയും കാഴ്ചകൾ കാണാൻ, കാതുണ്ടോ സ്വരമില്ല രോദനം കേൾക്കാൻ, ഒരു കൈ തരൂ, ഒരു താങ്ങാകൂ, നെഞ്ചോട് ചേർക്കൂ, ഒരു ജീവിതം ഞങ്ങൾക്കു നൽകൂ, ഒരു ജീവിതം ഞങ്ങൾക്കു നൽകൂ. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ആ ആർട്ടിക്കിൾ 21 അന്തസ്സോടെ ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കുക. അതിന് എല്ലാവരും കൂടെ സഹകരിച്ച് വേണ്ടുന്നതൊക്കെ ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനത്തെ പട്ടികളാണ് എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒരുപാട് പേര്. ഞാനൊരു മനുഷ്യൻ്റെ പുറകെ പോയില്ല.